ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ്, രാഹുലിനെ ഇഷ്ടപ്പെടുന്ന, രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ആളുകളെല്ലാം ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. രാഹുലിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പം കരഞ്ഞ് മെഴുകുവാണ്, കരഞ്ഞ് തളർന്ന്. ഞെട്ടിപ്പിക്കുന്ന വീഡിയോകളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പം നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകാം. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന് ബാധ്യതയാണ് എന്നത് കോൺഗ്രസിനൊഴിച്ച് ബാക്കി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇതിനകം. ഇപ്പോഴും അത് മനസ്സിലാകാതെ ഇരിക്കുന്ന നേതാക്കളെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതാണ് ഈ വിഷയത്തിലെ എൻ്റെ ടേക്ക്. കാരണം കോൺഗ്രസിനുള്ളിലെ തൻ്റെ സാധ്യതകൾ, അയാളുടെ ഈ പോൺ ആക്ടിവിറ്റീസ്, അങ്ങനെയാണല്ലോ നമ്മൾ കോൺഗ്രസ് അല്ല ഇതിനകത്തെ പോൺ എന്ന് പറയുന്ന ഒരു സബ് ഡിവിഷൻ ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്ന കുറേ ആളുകൾ, കോൺഗ്രസ്സുകാർ എല്ലാവരും അങ്ങനെയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അപ്പോൾ കോൺഗ്രസിനുള്ളിൽ അയാളുടേതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അതിക്രമങ്ങൾ നടത്തുന്നതിനുമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും അയാൾക്ക് ഈ കഴിഞ്ഞ 2 വർഷമാണ് അയാളുടെ ആക്റ്റീവ് ഇയേഴ്സ് എന്ന് പറയുന്നത്. കാരണം ഈ പരാതികൾ നടന്നിരിക്കുന്ന സമയമായി, നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന പരാതികളുടെ ഒരു ടൈം പീരീഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2023 മുതൽ 2025 വരെയുള്ള 2 ഇയേഴ്സ്. അതെ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത് മുതൽ, അതായത് ഭാരവാഹിത്വം, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കൊടുത്ത ഭാരവാഹിത്വം അയാളിലേക്ക് വന്നു ചേരുന്നതാണ് അയാൾക്ക് ഈ ക്രിമിനൽ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നതിനുള്ള അടിസ്ഥാനമായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കോൺഗ്രസിന് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. ഇപ്പോൾ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ ഏറ്റവും ഒടുവിൽ നടത്തിയ പ്രതികരണത്തിൽ പറഞ്ഞതുപോലെ അത്ര എളുപ്പത്തിൽ ഞങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ് കൈ കഴുകി മാറി നിൽക്കാൻ കഴിയില്ല. ആ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ കാറ പുരട്ടിയിരിക്കുകയാണ്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മയുടെ കണ്ണീരിന്റെ ബലം, ആ അമ്മ അനുഭവിച്ച വേദനയുടെ ബലം ഓരോ ആളുകൾക്കും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ശുചിയ പാർവതിയുടെ ചീട്ട് ഓരോന്നായിട്ട് കീറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ശുചിയ പാർവതിയുടെ റിയൽ ഫേസ്. പറക്കം തളികയിലെ, ഞാൻ ആദ്യം വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പറക്കം തളിക സെക്കൻഡിൻ്റെ ഷൂട്ടിംഗ് ആയിരിക്കുമെന്ന്. കാരണം ബാസന്തിയെക്കാളും കഷ്ടമായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ശുചിയ പാർവതി കഴിഞ്ഞ ദിവസം ബിഗ് TV വാർത്ത വായിക്കുന്നതിൻ്റെ ഇടയ്ക്ക്, ബിഗ് TVയിൽ ഒരു പബ്ലിക്കിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ശുചിയ പാർവതിയുടെ മേക്കപ്പ് വിയർപ്പിലൊലിച്ചു പോയി. മേക്കപ്പാൻ്റെ അനാസ്ഥ കാരണം ശുചിയ പാർവതിയുടെ റിയൽ ഫേസ് ജനങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. ഞാനിപ്പം ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഓർത്തുപോയത് ആരാന്നറിയോ? റിപ്പോർട്ടർ TVയിലെ ആ ഒരു മേക്കപ്പ് മാനെയാണ് ഞാൻ ഓർത്തുപോയത്. സത്യം പറഞ്ഞാൽ അണ്ണ, നിങ്ങളെ നമിച്ചിരിക്കുന്നു കേട്ടോ. കാരണം ഇത്രയും നിങ്ങളൊരു ഹാർഡ് വർക്ക് ഈ ശുചിയ പാർവതിയുടെ ഫേസിനകത്ത് ഉണ്ടായിരുന്നെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ മനുഷ്യൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് കാണും ഈ ശുചിയ പാർവതിയെ ഈ ഒരു കോലത്തിലാക്കിയെടുക്കാൻ. ഞാൻ ഇവിടെ കൊടുക്കാം, റിപ്പോർട്ടർ ചാനലിൽ നിൽക്കുന്ന സമയത്ത് ശുചിയ പാർവതിയുടെ ആ ഒരു ഫേസും ബിഗ് TVയിലേക്ക് വന്നപ്പോഴത്തേക്ക് ശുചിയ പാർവതിയുടെ ആ ഒരു ഫേസും നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ശുചിയ പാർവതി, അങ്ങനെ ശുചിയ പാർവതിയുടെ ചീട്ട് കീറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾ വന്നിരുന്ന് തെറി വിളിച്ച് അനാവശ്യം പറഞ്ഞ് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വരെ വളരെ മോശമായിട്ടാണ് നിങ്ങൾ ചിത്രീകരിച്ചത്, അല്ലേ? എന്നിട്ട് ഇപ്പം കോൺഗ്രസ് പ്രസ്ഥാനത്തിലിരിക്കുന്ന ഒരാളുടെ ചാനലിലേക്ക് നിങ്ങൾ മറുകണ്ഠം ചാടിപ്പോയി. അതിലൊന്നും കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾക്ക് നിലപാടെന്ന് പറയുന്നൊരു സാധനം ഇല്ലെന്ന് ഇതിലൂടെ തന്നെ വ്യക്തമാക്കാം. കാരണം നിങ്ങൾ ഇതുവരെ എത്തി നിൽക്കുന്നത്, ഇപ്പം നിങ്ങളൊരു തുടക്കം തന്നെ നമുക്ക് അത്യാവശ്യം ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. തുടക്കം തന്നെ ഏഷ്യനെറ്റാണ് നിങ്ങളെ എടുത്ത് വളർത്തി ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. ഏഷ്യനെറ്റ് എടുത്ത് വളർത്തിയതിന് ശേഷം ഇവർ അവസാനം ഏഷ്യനെറ്റ് ഇട്ടൊരു കൊത്തു കൊത്തിയിട്ട് അടുത്ത മറുകണ്ഠം ചാടി അടുത്തയിലേക്ക് വന്നു. എന്നിട്ട് അവിടെ ഇട്ടൊരു കൊത്തു കൊത്തിയിട്ട് അവസാനം പൈസയുടെ എല്ലാത്തിലും പൈസയാണല്ലോ മുഖ്യം ബിഗില്. അപ്പോൾ കുറച്ചുകൂടെ പൈസ കൂടുതൽ കിട്ടുന്നൊരു ചാനൽ വന്നപ്പോഴത്തേക്ക് അതിലേക്ക് മാറി. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിർഭാഗ്യമെന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടം എഫക്റ്റ് ശുചിയ പാർവതിയുടെ ചീട്ട് കീറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര നിങ്ങൾ ശമ്പളം മേടിച്ചാലും നിങ്ങളെ വാർത്ത കാണാൻ ആരുമില്ലെങ്കിൽ, നിങ്ങളെ ചാനലിനൊരു റേറ്റിംഗും ഇല്ലെങ്കിൽ, ചാനൽ 8 നിലയിൽ പൊട്ടി, പിന്നെ ആ ചാനൽ മുമ്പോട്ട് പോകത്തില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അതാദ്യം മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ മേടിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഓഫർ ചെയ്ത പൈസയുടെ പുറത്ത് നിങ്ങൾ മറുകണ്ഠം ചാടി പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു കാര്യം ഓർത്തോ, നിങ്ങളെന്നൊരു പറയുന്ന വ്യക്തിക്ക് ഒരു നിലപാടുമില്ലെന്ന്. ഇത്രയും നാൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ വേറെന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഓരോ വിഷയങ്ങളെടുത്ത് നിങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയും, അതുപോലെ ഓരോ വിഷയത്തെ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ചെയ്യുന്നതും, അത് കള്ളമാണെങ്കിലും അതിനൊരു രസമുണ്ടായിരുന്നു അത് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചാനലിൽ വന്നിരുന്നിട്ട് വെട്ടി വിളമ്പി ഇട്ടുകൊണ്ടിരുന്നത്, അല്ലേ? ഇതൊക്കെ മലയാളികൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അന്നേ ഞാൻ വിചാരിച്ചതാണ് ശുചിയ പാർവതിയുടെ ചീട്ട് എന്നെങ്കിലും കീറുമെന്ന്. ഇപ്പോൾ ചീട്ട് കീറുന്നതിൻ്റെ 1ാമത്തെ ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ശുചിയ പാർവതി തന്നെ ആളുകളുടെ കമൻറ്റിന് ഒരു റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അതൊന്ന് കണ്ടു നോക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ.
അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ കമന്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അതൊക്കെ നമ്മൾ പരിഹരിക്കും. എൻ്റെ മേക്കപ്പിൻ്റെ കാര്യം നമ്മൾ പരിഹരിക്കും. അപ്പോൾ മേക്കപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ആൾക്ക് അങ്ങോട്ട് എൻ്റെ സ്കിൻ ടോൺ ഒന്നും പിടിയിട്ടില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. അപ്പോൾ ശരിക്കും നല്ല മേക്കപ്പ് ഒക്കെ അടുത്ത ദിവസം ഉറപ്പായിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിമർശനങ്ങളൊക്കെ ഉൾക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. മേക്കപ്പ് ഇട്ടാലും ഇല്ലെങ്കിൽ ഞാൻ തന്നെയല്ലേ, നിങ്ങൾ തന്നെയല്ലേ. അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഇങ്ങനെ തന്നെ തുടരാം. നാളെ നമ്മളതൊക്കെ പരിഹരിച്ചിട്ട് വരികയും ചെയ്യാം. അപ്പോൾ എന്നെ കളിയൊക്കെ നോക്കേണ്ട, എലി വെള്ളത്തിൽ വീണ പോലെ ആയി എന്നൊക്കെ പറഞ്ഞ് എന്നെ എലി എന്ന് വരെ വിളിച്ചു. അതൊന്നും കാര്യമില്ല. നമ്മൾ എന്തായിട്ടാ കുറച്ചെങ്കിലും കണ്ടല്ലോ, കുറച്ചെങ്കിലും ഒളുപ്പും കുറച്ചെങ്കിലും നാണവും മാനവും ഉണ്ടെങ്കിൽ ഇവരിങ്ങനെ മറുകണ്ഠം ചാടി. ഇപ്പം നേരത്തെ നമുക്കറിയാം, റിപ്പോർട്ടർ ചാനലിൽ ഇരിക്കുന്ന സമയത്ത് ഇവർ ആർക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നതെന്നെല്ലാം നമുക്കറിയാം. ഇപ്പം ഇവർ നേരെ വന്നേക്കുന്നത് കോൺഗ്രസ് അങ്ങനെ അറിയാൻ സാധിക്കുന്നത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ അഭിമുഖീകരിക്കുന്ന ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള ഉള്ള പാർട്ടിക്കാരനാണ്. പാർട്ടിയെ കോൺഗ്രസ് പ്രസ്ഥാനം ഫോളോ ചെയ്ത് കൊണ്ടുപോകുന്നൊരു വ്യക്തിയാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ചാനൽ ആ ഒരു കോൺഗ്രസ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ട് മുമ്പോട്ട് പോകും. അപ്പോൾ ഇവരെ നിലപാട് നോക്കിക്കണം. ഇതിന് മുമ്പേ ഇരുന്ന ചാനലിൽ ഈ പറഞ്ഞിട്ടുള്ള CPM വേണ്ടിയിട്ട് ഇവർ സംസാരിച്ചു. എല്ലാ കാര്യത്തിലും ഭയങ്കര എത്തിക്സും ഭയങ്കര സംഭവവും, അല്ലെങ്കിൽ ഞാൻ വലിയൊരു സംഭവമാണ് എന്ന് എൻ്റെ നിലപാടാണ് 100-ൽ 101% നിലപാടുകളിലൂടെ ഞാൻ സംസാരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സുജയ പാർവതി ഇപ്പം കോൺഗ്രസ് പ്രസ്ഥാനത്തിനെ ഫോളോ ചെയ്യുന്ന ചാനലിലേക്ക് ചെന്ന് ചാടിയിരിക്കുകയാണ്. ഇനി നിങ്ങൾ നോക്കിക്കോ, അടുത്തൊരു ചാനൽ വരുവാണെന്നുണ്ടെങ്കിൽ ഓരോ വർഷം ഓരോ ചാനൽ പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുവാണല്ലോ. ഇപ്പോൾ അതാണല്ലോ ഒരു ട്രെൻഡ്. അപ്പം അടുത്തൊരു ചാനൽ ഇനി വരുവാണെങ്കിൽ ഇവർ നോക്കിക്കോ, ഇവർക്ക് വമ്പൻ ഓഫർ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവർ അങ്ങോട്ട് ചാടിയിരിക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ പച്ചയ്ക്ക് തെറി വിളിക്കുന്നതും പച്ചയ്ക്ക് അപമാനിക്കുന്നതും നിങ്ങൾ നോക്കി, ആ ഒരു മനുഷ്യൻ കുറ്റക്കാരനാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ വന്നിരുന്നിട്ട് ഇതുപോലെ കുറ്റക്കാരനാക്കി ക്രൂശിച്ച് സംസാരിക്കാം, കുഴപ്പമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. രാഹുൽ വിഷയത്തിൽ ഇവരെ നിലപാട്, അല്ലെങ്കിൽ ഇവർ ചാനലിൽ വന്നിരുന്ന് സംസാരിച്ചിട്ടുള്ള വൃത്തികേടും തൃന്തിത്തരങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതാണ് ഇവരെ ചീട്ടിപ്പം കീറിക്കൊണ്ടിരിക്കുന്നത്. ആ അമ്മയുടെ, രാഹുൽ മാങ്കൂട്ടം എന്ന ആ വ്യക്തിയുടെ അമ്മയുടെ കണ്ണീരിൻ്റെ ബലമാണ് ഇപ്പം നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഈ ഒരു എടുത്തുചാട്ടത്തിൻ്റെ കാരണം തന്നെ അതാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു സ്ത്രീ പീഡകൻ എന്നൊക്കെ പറഞ്ഞിട്ട് മുദ്ര കുത്തി കിട്ടുന്ന പൈസ, ഇവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിക്കുന്ന പൈസയുടെ ഉള്ളൊരു കൂറ് മാത്രമേ ഉള്ളൂ. അല്ലാതെ സമൂഹത്തോട് ഒരു ഉത്തരവാദിത്വമോ സമൂഹത്തോടൊരു ധാർമ്മികതയോ ഒന്നും തന്നെ ഇവർക്കില്ല എന്ന് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇവർക്ക് കിട്ടുന്ന പൈസ കൊണ്ട് ഇവർക്ക് വീട് വയ്ക്കുക, കാറ് മേടിക്കുക, ലൈഫ് അടിച്ചു പൊളിച്ച് ജീവിക്കുക, അതൊക്കെയാണ് ഇവരെ അജണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ. അല്ലാതെ ആരെങ്ങനെയോ പോയിട്ട് ആരെ പേരിലോ ഇതുപോലെ ഉള്ള അലിഗേഷൻസ് അല്ലെങ്കിൽ പരാമർശങ്ങൾ കൊണ്ടിട്ട് അയാളെ കുടുംബം പട്ടിണിയാക്കി, അല്ലെ അയാളെ കുടുംബം തകർത്ത് അയാളെനി എങ്ങനെ പോയാലും, ആ ഒരു വ്യക്തിയെ തകർത്ത് എങ്ങനെ പോയാലും ഇവർക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് പച്ചയ്ക്ക് പറയുന്ന ആ ഒരു വ്യക്തി കോടതി കുറ്റക്കാരനാണെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് വന്നിരുന്ന് ഇതുപോലെ കുറ്റപ്പെടുത്താൻ കുഴപ്പമില്ല. പക്ഷേ കോടതി പോലും കുറ്റപ്പെടുത്താത്ത, കോടതി പോലും ഈ ഒരു വിഷയത്തിൽ എടുത്തേക്കുന്ന തീരുമാനങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് അല്ലേ. അപ്പോൾ എന്തായാലും അതും കൂടെ നിങ്ങളൊന്ന് കണ്ടുനോക്കുക. അന്ന് സുജയ പാർവതി ഈ ചാനലിനകത്തിരുന്നിട്ട്, റിപ്പോർട്ടർ ചാനലിനകത്തിരുന്നിട്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ ഒന്ന് വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കി. അന്ന് ഇവർ കോൺഗ്രസ് പ്രസ്ഥാനത്തെ അടിച്ചാക്ഷേപിച്ചാണ് സംസാരിച്ചത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇന്നിപ്പോൾ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഫോളോ അപ്പ് ചെയ്യുന്ന ചാനലിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ചാനലായിട്ടുള്ള ഈ ഒരു ചാനലിൽ കയറി ഇനി ഇവർ ഏത് പ്രസ്ഥാനത്തെ ഇവർ സപ്പോർട്ട് ചെയ്യും എന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ എന്തായാലും അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. കണ്ടല്ലോ, കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നുള്ളൊരു ചെല്ലുണ്ട്. അതിപ്പം കറക്റ്റായിട്ട് കിട്ടേണ്ടടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിലപാടെന്ന് പറയുന്ന ഒരു സാധനം ഇവർക്കില്ല. ഇവരെയൊക്കെ ചിന്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെയൊക്കെ അജണ്ടയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ മേടിക്കുക, ആരെ പറ്റിയിട്ടാണോ അല്ലെങ്കിൽ ആരെ പറ്റിയിട്ടാണോ തെറി വിളിക്കേണ്ടത്, ചാനലിൽ വന്നിരുന്നിട്ട് ക്രൂശിക്കേണ്ടത് അവരെ അങ്ങോട്ട് ക്രൂശിച്ചു വിടും. അതാണ് ഇവരൊക്കെ ചെയ്യുന്ന പരിപാടി. ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇനി സുജയ പാർവതി പറയുന്ന ചെറിയൊരു ക്ലിപ്പും കൂടെ ഞാൻ ഇവിടെ കൊടുക്കാം. ബിഗ് ടിവിയെ പറ്റിയിട്ടാണ് പറയുന്നത്. ബിഗ് ടിവിയെ പുകഴ്ത്തി പറയുന്നതാണ്. ഇത് തന്നെയാണ് ഇവർ എല്ലാ ചാനലിലും കയറുന്ന സമയത്ത് ഇവർ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങൾ. എന്തായാലും ഞാനിവിടെ സുജയ പാർവതി പറയുന്ന ഒരു കാര്യം കൂടെ ഇവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ.
ഏഷ്യാനെറ്റ് ന്യൂസ് വരെ ഒരു വാർത്താ വായനക്കാരിയായിരുന്ന എന്നെ ഒരു ന്യൂസ് പ്രസന്റർ എന്ന നിലയിൽ മോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ അനിൽ അരൂർ എന്ന വ്യക്തിയാണ് മൈ മെന്റർ. ഇനി ബിഗ് ടിവിയെ കുറിച്ച്. ബിഗ് ടിവിക്ക് മുൻപും ശേഷവും എന്ന രീതിയിൽ മലയാള വാർത്താ ചാനലുകൾ അടയാളപ്പെടുത്തണം എന്നതാണ് എന്റെ ആഗ്രഹം. അതാണ് ബിഗ് ടിവിയുടെ ബിഗ് വിഷൻ. ഇപ്പം എന്തായാലും എല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം നല്ല പോലെ എന്തായാലും അടയാളപ്പെടുത്തിയത് ജനങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. സുജിയ പാർവതിയുടെ അടയാളപ്പെടുത്തലൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ട്. ഇവരിപ്പോൾ ഈ അടയാളപ്പെടുത്തുക എന്ന് പറയുന്നുണ്ടല്ലോ, ഇതുപോലെയാണ് ഇവരെല്ലാ ചാനലിനകത്തും കയറി ഇരുന്നിട്ട് പറയുന്നത്. ഇനിയിപ്പോൾ നാളെ വേറെ ആരെങ്കിലും കുറച്ച് കൂടുതൽ പൈസ ഇവർക്ക് ഓഫർ ചെയ്ത് എൻ്റെ ചാനലിലേക്ക് വരണമെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവർ ഉറപ്പായിട്ടും അങ്ങോട്ട് പോവുകയും ചെയ്യും. അവിടെയും ചെന്നിട്ട് ഇതുപോലെ തന്നെ പറയുകയും ചെയ്യും, ഈ ചാനലിനെ ഞാൻ അടയാളപ്പെടുത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അവിടെയും ചെന്ന് പറയുകയൊക്കെ ചെയ്യും. ഇതാണ് ഇവരുടെ നിലപാടെന്ന് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലായി. ഇവരൊക്കെ സത്യം പറഞ്ഞാൽ എന്താണ് ഒരു മാധ്യമ പ്രവർത്തകർ, ഒരു ജേർണലിസ്റ്റിൻ്റെ ധർമ്മം എന്ത്, സമൂഹത്തോട് ചെയ്യേണ്ട, അല്ലെങ്കിൽ സാമൂഹികമായിട്ട് ഇവർക്ക് എന്ത് ധാർമ്മികതയാണ് ഉള്ളതെന്ന് നിങ്ങളൊന്നും മനസ്സിലാക്കിക്കൊണ്ട്, ഇവർക്കൊന്നും ഒരു ധാർമ്മികതയും ഇല്ലെന്ന് ഇപ്പം നമ്മൾ കുറച്ച് ദിവസത്തെ വാർത്തകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ, എക്സ്പെഷ്യലി സുജിയ പാർവതിയുടെ ഈ റിപ്പോർട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള വാർത്തകളൊക്കെ, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നതാണ്. പൈസ മേടിച്ചിട്ട് പ്രത്യേക ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നു, പ്രത്യേകം ഒരു വ്യക്തിയെ ക്രൂശിക്കാൻ, ആ വ്യക്തിയെ തകർക്കാനെ കൊണ്ട് സംസാരിക്കുന്നു. അതൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതുപോലെ പ്രത്യേകം ഒരു മതത്തെ മാത്രം ഫോക്കസ് ചെയ്ത് ആ മതത്തെ മാത്രം അടിച്ചാക്ഷേപിച്ച് വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് കൊണ്ടുവരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കും. അതൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രത്യേക ഒരു ഭരണത്തിന് വേണ്ടിയിട്ട്, പ്രത്യേക ഒരു ഭരണം ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഇവർ കൂടുതലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സുജിയ പാർവതിയുടെ റിയൽ ഫേസ് ബാസന്തി എന്ന സുജിയ പാർവതി അഴിഞ്ഞു വീഴുന്നിരിക്കുകയാണ്. എന്തായാലും റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഈ പറഞ്ഞിട്ടുള്ള ബിഗ് ടി വിയിലേക്ക് പോയത് പിന്നെ സുജിയുടെ ചീട്ട് കീറിക്കൊണ്ടേയിരിക്കുകയാണ്. റിപ്പോർട്ടറിൽ നിന്ന് കോടികൾ ബിഗ് ടി വി ഓഫർ ചെയ്തപ്പോഴത്തേക്ക്, കോടികളൊന്നുമില്ല എന്നാലും അത്യാവശ്യം നല്ല ഒരു എമൗണ്ട് ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മറുകൊണ്ടം ചാടിപ്പോയ ഈ പറയുന്ന സുജിയ പാർവതിയുടെ ചീട്ടിങ്ങനെ കീറി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഇതിനൊക്കെ കർമ്മം എന്നൊരു സാധനമുണ്ട്, അത് വേറെ കാര്യം, അതും കൂടി ഇതിനകത്തുണ്ട്. പിന്നെ വേറൊരു ഭാഗമുണ്ട്. ഇപ്പോൾ കർമ്മം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത്, ഇപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഇവരെടുത്തേക്കുന്ന നിലപാടുകളും ആ ഒരു വ്യക്തിയെ നമ്മൾ കണ്ടതാണ്. രാഹുൽ ചായ കുടിക്കാൻ പോകുന്നത് ഉൾപ്പെടെ, അല്ലെങ്കിൽ ബാത്റൂമിൽ പോകുന്നത് ഉൾപ്പെടെ എല്ലാം തയ്യാറാക്കി, എല്ലാ റിപ്പോർട്ടും തയ്യാറാക്കി, എന്നുവെച്ചാൽ രാവും പകലും രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ സുജിയ പാർവതി ഉൾപ്പെടെയുള്ള ആളുകൾ കാട്ടിക്കൂട്ടിയ അഭിപ്രായങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. അതിൻ്റെയൊക്കെ ഫലമാണ് ഇപ്പോൾ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കി, ഇനി എത്ര വലിയ പൈസ മേടിച്ച് ഈ പറഞ്ഞിട്ടുള്ള ബിഗ് ടി വിയിൽ പോയെന്ന് പറഞ്ഞാലും അത് ക്ലിക്കായില്ലെങ്കിൽ, 8 നിലയിൽ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ സുജിയ പാർവതിയില്ല. ഇനി ഇവർക്ക് തിരിച്ച് റിപ്പോർട്ടർ ചാനലിലേക്ക് കയറാൻ പറ്റുമോ? ഇല്ല. റിപ്പോർട്ടർ ചാനലിലേക്ക് ഇവർ ഇനി കയറ്റത്തില്ല, ഏഷ്യനെറ്റിലേക്ക് കയറ്റുമോ? ഇല്ല. കാരണം ഇവരെയൊക്കെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നൊരു ചാനലുണ്ട്, അതാണ് ഏഷ്യനെറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവരെയൊക്കെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന ചാനലിൽ ഇരുന്നിട്ട് അവസാനം വേറൊരു ചാനൽ വരുമ്പോഴത്തേക്ക് ഇത്രയും വലിയ എമൗണ്ടൊക്കെ ഓഫർ ചെയ്ത്, അപ്പോൾ ഇവരെയൊക്കെ ഒരു ലക്ഷ്യം എന്ന് വെച്ചാൽ പൈസ, എല്ലാവരുടെയും ആവശ്യം പൈസ തന്നെയാണ്. പക്ഷേ നമുക്കൊരു ഇതുണ്ടല്ലോ, കടപ്പാടെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മളാക്കി, അല്ലെങ്കിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നെ, അല്ലെങ്കിൽ നമുക്കൊരു അവസരം തന്നെ, ഇനി ആരായിക്കോട്ടെ, ഇനി ഏത് ചാനലും ആയിക്കോട്ടെ, ഇനി ഏത് വ്യക്തിയും ആയിക്കോട്ടെ, അപ്പോൾ ആ ഒരു ചാനലിനോടൊരു കടപ്പാട് ഉറപ്പായിട്ടും നമുക്ക് വേണം അല്ലേ. അല്ലാതെ അടുത്ത വർഷം അല്ലെങ്കിൽ പുതിയൊരു ചാനൽ തുടങ്ങുന്നു, അവിടേക്കൊരു പുതിയൊരു ഓഫർ കിട്ടുമ്പോഴത്തേക്കും മറുകൊണ്ടം ചാടി പോകുന്ന ആൾക്കാരെ എല്ലാം അവസ്ഥ ഇത് തന്നെയാണ്. പിന്നെ ആ ചാനലിൽ ഒരു ചാനലിൽ കയറി ഇരുന്നിട്ട് ആ ചാനലിൻ്റെ അജണ്ടയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു നിലപാട് മറന്നിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റും പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് കിട്ടുമെന്ന് ഇതിലൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ആളുകൾ, രാഹുലിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സുജിയ പാർവതിയുടെ ചീട്ട് കീറിക്കൊണ്ടിരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ബാസന്തിയുടെ റിയൽ ഫേസ് ജനങ്ങൾക്ക് കാണാൻ സാധിച്ചതിൽ ഈ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടർ ചാനലിലെ ബാസന്തിക്ക് മേക്കപ്പ് ചെയ്യുന്ന ആ മനുഷ്യനും കൂടെ ഒരു ലൈക്ക് നിങ്ങൾ കൊടുത്തേക്കണം. കാരണം ആ മനുഷ്യൻ്റെ അവസ്ഥ ഞാനിങ്ങനെ ആലോചിക്കും, എന്തുമാത്രം മേക്കപ്പ് ആയിരിക്കും ആ മനുഷ്യൻ ആ ഫേസിൽ വേണ്ടിയിട്ട് ഇട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നതെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്.
എന്നാലും വൻ കോമഡി ആയിപ്പോയി. അപ്പോൾ നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക.